തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. യോഹന്നാൻ സുവിശേഷം 6:35. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും എന്തോ ഒന്നിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ സമ്പത്ത് അന്വേഷിക്കുന്നു, ചിലർ സ്നേഹം അന്വേഷിക്കുന്നു, ചിലർ സമാധാനവും സന്തോഷവും അന്വേഷിക്കുന്നു. എന്നാൽ ഇതെല്ലാം നേടിയിട്ടും അനേക മനുഷ്യർ ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്നു. ആ ശൂന്യതയുള്ള മനുഷ്യഹൃദയത്തോടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. ഈ വചനം മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മീയ ആവശ്യത്തിനുള്ള ഉത്തരമാണ്. ഒന്ന്, ക്രിസ്തു ആത്മാവിൻ്റെ യഥാർത്ഥ ആഹാരം. ശരീരത്തിന് അപ്പം ആവശ്യമായതുപോലെ ആത്മാവിനും ആഹാരം ആവശ്യമാണ്. എന്നാൽ ലോകം നൽകുന്ന ആഹാരം താൽക്കാലികമാണ്. ക്രിസ്തു നൽകുന്ന ആഹാരം നിത്യജീവനുള്ളതാണ്. സങ്കീർത്തനം 107:9, അവൻ ദാഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുകയും വിശക്കുന്നവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. സഭാപിതാവായ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ പറഞ്ഞു, അവർ ഹേർട്സ് ആർ റെസ്റ്റ്ലെസ് അണ്ടിൽ ദേ റെസ്റ്റ് ഇൻ യു. ദൈവത്തിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെ മനുഷ്യഹൃദയം അസ്വസ്ഥമായിരിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ വിശപ്പ് ഭക്ഷണത്തിൻ്റെതല്ല, അർത്ഥത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശപ്പാണ്. ക്രിസ്തുവാണ് അതിന് പൂർണ്ണത നൽകുന്നത്. 2, ക്രിസ്തു സ്വീകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടം. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ലോകം പലപ്പോഴും മനുഷ്യനെ അവൻ്റെ കഴിവിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു. എന്നാൽ ക്രിസ്തു മനുഷ്യനെ അവൻ്റെ ദുർബലതകളോടുകൂടി സ്വീകരിക്കുന്നു. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ മനുഷ്യന്റെ പാപത്തേക്കാൾ വലുതാണ്. ഹെൻറി ന്യൂമൻ എഴുതുന്നു, യു ആർ നോട്ട് വാട്ട് യു ഡു, യു ആർ ദി ബിലൗഡ് ഓഫ് ഗോഡ്. നീ ചെയ്യുന്ന കാര്യങ്ങളല്ല നിന്റെ തിരിച്ചറിവ്, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ ആഴത്തിലുള്ള മുറിവുകളിൽ ഒന്നാണ് നിരാകരണ ബോധം. ക്രിസ്തുവിൻ്റെ സ്നേഹം ആ മുറിവിനെ സൗഖ്യമാക്കുന്നു. 3, ക്രിസ്തു പ്രത്യാശയുടെയും നിത്യജീവന്റെയും അപ്പം. യോഹന്നാന്റെ സുവിശേഷം 6:40, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ജീവിതത്തിൽ ദുഃഖങ്ങളും നഷ്ടങ്ങളും മരണവും ഉണ്ടാകും. എന്നാൽ ക്രിസ്തു നൽകുന്നത് മരണത്തെക്കാൾ വലിയ പ്രത്യാശയാണ്. ക്രിസ്തീയ ചിന്തകനായ C.S. ലൂയിസ് പറഞ്ഞു, ഇഫ് ഐ ഫൈൻഡ് മൈസെൽഫ് ഡിസയേഴ്സ് വിച്ച് നത്തിങ് ഇൻ ദിസ് വേൾഡ് ക്യാൻ സാറ്റിസ്ഫൈ, ദ മോസ്റ്റ് പ്രോബബിൾ എക്സ്പ്ലനേഷൻ ഈസ് ദാറ്റ് ഐ വാസ് മെയ്ഡ് ഫോർ അനദർ വേൾഡ്. ഈ ലോകത്തിലെ ഒന്നിനും തൃപ്തിപ്പെടുത്തുവാനാവാത്ത ആഗ്രഹങ്ങൾ എന്നിലുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ലോകത്തിനായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നതാണ് അതിൻ്റെ ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം. നമ്മുടെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നില്ല, അത് ദൈവത്തിൽ പൂർത്തിയാകുന്നു. ഈ വചനം നമ്മോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വിശപ്പ് ഞാൻ എന്തുകൊണ്ടാണ് നിറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹവും സ്വീകരണവും അനുഭവിക്കുന്നുണ്ടോ? നിത്യജീവന്റെ പ്രത്യാശ എൻ്റെ ജീവിതത്തെ നയിക്കുന്നുണ്ടോ? പ്രിയരെ, ലോകം പലതരം അപ്പങ്ങൾ നൽകുന്നു, എന്നാൽ അവ വീണ്ടും വിശപ്പുണ്ടാക്കും. ക്രിസ്തു നൽകുന്ന ജീവന്റെ അപ്പം മാത്രം ഹൃദയത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തും. മദർ തെരേസ പറഞ്ഞു, ദി ഹങ്കർ ഫോർ ലവ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ദാൻ ദി ഹങ്കർ ഫോർ ബ്രെഡ്. അപ്പത്തിനായുള്ള വിശപ്പിനേക്കാൾ സ്നേഹത്തിനായുള്ള വിശപ്പ് തീർക്കുക കൂടുതൽ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാം. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. അവനിൽ നമ്മുടെ ഹൃദയം സമാധാനവും ആത്മാവ് സംതൃപ്തിയും ജീവിതം നിത്യപ്രത്യാശയും കണ്ടെത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.